ആ മയ്യത്തിന്റെ മൂന്നാമത്തെ കെട്ട് കെട്ടാൻ പോവുകയാണ്. മൂന്നാമത്തെ കെട്ട് കെട്ടുന്നതിന് മുമ്പ് മുഖം കൂടെ മറച്ചിട്ട് പഞ്ഞി വെക്കുമല്ലോ. ഞാനങ്ങ് മരിച്ചിട്ട് കിടക്കുമ്പോ എന്റെ മയ്യത്തിന്റെ മൂന്നാമത്തെ കെട്ട് കെട്ടുന്നതിന് മുമ്പ് എന്റെ മുഖത്ത് പഞ്ഞി വെക്കുകയാ. ആ പഞ്ഞി വെക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട ആളുകൾ പറയുന്നു, ഉമ്മാക്കും ബാപ്പാക്കും ഒന്ന് കാട്ടിക്കൊടുത്തോളൂ, ഭാര്യക്ക് അവസാനമായൊന്ന് കാട്ടിക്കൊടുത്തോളൂ, മക്കൾക്ക് അവസാനമായൊന്ന് കാട്ടിക്കൊടുത്തോളൂ. എന്റെ 6.5 വയസ്സുള്ള പൊന്നുമോള്, എന്റെ 2.5 വയസ്സുള്ള പൊന്നുമോന് ആരൊക്കെയോ കൊണ്ടുവരികയാണ്. ബാപ്പായുടെ മയ്യത്തിന്റെ തലഭാഗത്തിരുത്തുകയാണ്. എന്നിട്ട് കാരണവന്മാര് പറയുന്നു, മക്കളെ ബാപ്പാൻ അവസാനമായൊന്ന് കണ്ടോളൂ, ബാപ്പയെ അവസാനമായൊന്ന് കണ്ടോളൂ. എന്റെ പൊന്നാര മക്കള് ബാപ്പായുടെ മയ്യത്തിൽ ചുംബനം കൊടുക്കുകയാ, ബാപ്പായുടെ മയ്യത്തിൽ ചുംബനം കൊടുക്കുകയാണ്. ആ പൊന്നുമക്കളതാ ആ മക്കളാരോ എടുത്തു കൊണ്ടുപോവുകയാണ്. ഇനി പഞ്ഞി വെക്കുമ്പോ മയ്യത്തെ വിളിച്ച് പറയുകയാണ്, എന്റെ കുടുംബങ്ങളെ, എന്റെ കൂട്ടുകാരെ, എന്റെ മയ്യത്ത് മൂന്നാമത്തെ കെട്ട് കെട്ടാൻ വേണ്ടിയിട്ട് ധൃതി കാണിക്കുന്നവരെ, എന്റെ മൂന്നാമത്തെ കെട്ട് കെട്ടല്ലേ, ധൃതി പിടിച്ചിട്ട് എന്റെ മൂന്നാമത്തെ കെട്ട് കെട്ടല്ലേ. എനിക്കെന്റെ മക്കളെ കണ്ട് കൊതി തീർന്നിട്ടില്ല, എനിക്കെന്റെ മക്കളെ കണ്ട് പൂതി തീർന്നിട്ടില്ല, എനിക്കെന്റെ മക്കളെ കണ്ട് ആശ തീർന്നിട്ടില്ല, എന്റെ പ്രിയപ്പെട്ട പെണ്ണിനെ കണ്ടിട്ട് പൂതി തീർന്നിട്ടില്ല, എന്റെ മാതാപിതാക്കളോടൊന്നിച്ച് ജീവിച്ചിട്ട് ആശ തീർന്നിട്ടില്ല. അതുകൊണ്ട് എന്റെ മൂന്നാമത്തെ കെട്ടുകെട്ടല്ലേ, ഒന്ന് താമസിപ്പിക്കുമോ, അല്പം സമയം തരുമോ? മുഅ്മിനീങ്ങളെ, ഓരോ മയ്യത്തുകളും നിലവിളിക്കുകയാ, ഓരോ മയ്യത്തുകളും നിലവിളിക്കുകയാണ്. പുതിയാപ്പള പുറപ്പെടുമ്പോ പുത്തനുടുപ്പ് ധരിച്ചിട്ട് ആനന്ദിച്ചവനെ, ആർമാദിച്ചവനെ, ആഹ്ലാദിച്ചവനെ, രണ്ടാമത്തെ പുതിയാപ്പള പോവുകയാണ്. നീ മണ്ണറയിലേക്കുള്ള മടക്കം മടങ്ങുകയാ. ഈ കെട്ടുകെട്ടുമ്പോ, ഈ പുതുവസ്ത്രം അണിയിക്കുമ്പോ നിനക്ക് ആഹ്ലാദമില്ലല്ലോ, നിന്റെ കൂട്ടുകാർക്ക് ആഹ്ലാദമില്ലല്ലോ, നിന്റെ കുടുംബക്കാർക്ക് ആഹ്ലാദമില്ലല്ലോ. നീ തന്നെ വാവിട്ട് നിലവിളിക്കുകയല്ലേ. പക്ഷെ ആ മയ്യത്തിന്റെ നിലവിളി ആര് കേൾക്കാനാണ്? നമ്മളൊക്കെ എത്ര മയ്യത്ത് കഫൻ ചെയ്തവരാ, എത്ര മയ്യത്തിന്റെ മൂന്നാമത്തെ കെട്ട് കെട്ടിയവരാ. കെട്ടുന്ന സമയത്ത് ആ മയ്യത്ത് പറയുന്നുണ്ട് നമ്മളോട്, കെട്ടല്ലേ, കെട്ടല്ലേ, മൂന്നാമത്തെ കെട്ട് കെട്ടല്ലേ, ഞാൻ എൻ്റെ മക്കളെ ഒന്ന് കാണട്ടെ, ഞാൻ എൻ്റെ മക്കളെ ഒന്ന് കാണട്ടെ, ഞാൻ എൻ്റെ മക്കളെ ഒന്ന് കാണട്ടെ എന്ന് നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ നമ്മളത് കേൾക്കുന്നില്ലല്ലോ, നമ്മളത് അറിയുന്നില്ലല്ലോ, നമ്മളത് ചിന്തിക്കുന്നില്ലല്ലോ. പൊന്നുമോനെ, നീ പുതിയ പട ഇറങ്ങിയപ്പോ എല്ലാരോട് യാത്ര പറഞ്ഞില്ലേ, എല്ലാവരോട് യാത്ര പറഞ്ഞില്ലേ? ഉമ്മായെ വിളിച്ചിട്ട് മുത്തം കൊടുത്തില്ലേ? പാപ്പായെ വിളിച്ചിട്ട് മുത്തം കൊടുത്തില്ലേ? ജ്യേഷ്ഠാനുജന്മാരോട് യാത്ര പറഞ്ഞില്ലേ? നീ ഒരു അല്പസമയം കഴിഞ്ഞാൽ വീണ്ടും നിന്റെ വീട്ടിലേക്ക് മടങ്ങി വരുന്നവനാണ്. അല്പസമയം കഴിഞ്ഞാൽ വീണ്ടും നീ നിന്റെ വീട്ടിലേക്ക് മടങ്ങി വരുന്നവനാണ്. എന്നിട്ടും നീ എല്ലാവരെയും അടുത്ത് വിളിച്ചു, അവരോടൊക്കെ നീ യാത്ര പറഞ്ഞു, അവരോടൊക്കെ നീ സലാം പറഞ്ഞു, അവരോടൊക്കെ നീ പൊരുത്തം വാങ്ങി. എന്നാലോ നീ വീട്ടിൽ നിന്നിറങ്ങിയപ്പോ അവരൊക്കെ കരഞ്ഞില്ലേ? ആനന്ദം കൊണ്ടാ കരഞ്ഞത്, ആഹ്ലാദം കൊണ്ടാ കരഞ്ഞത്. മകനൊരു പുതിയാപ്പിളിറങ്ങുന്നത് കണ്ടപ്പോ ഉമ്മ കരഞ്ഞതാ, മകള് പുതുവെണ്ണായിട്ട് ഇറങ്ങി പോകുന്നത് കണ്ടപ്പോ വാപ്പ കരഞ്ഞതാ. ആ കരച്ചില് ആനന്ദത്തിന്റെ കരച്ചിലാണ്, ആ കണ്ണുനീര് ആഹ്ലാദത്തിന്റെ കണ്ണുനീരാണ്. പക്ഷേ
പൊന്നുമോനെ, നിന്റെ മയ്യത്ത് വീട്ടിൽ നിന്നിറങ്ങുമ്പോ അവിടെ അതാ ആരോട് നിനക്ക് യാത്ര പറയാൻ പറ്റുന്നില്ല. വെള്ള തുണിയിൽ കെട്ടി മെല്ലെ പൊതിഞ്ഞു കെട്ടി ലിഖറോ ചൊല്ലിക്കൊണ്ട് പോണ ഖബറിലേക്ക് യാത്ര പുറപ്പെടുന്നേ. യാത്ര പറഞ്ഞിടാതെ കാണേണ്ടവർ കാണണേ, കാണാൻ കഴിയില്ലെന്ന് യാത്ര പുറപ്പെടുകയാ. ആരോട് യാത്ര പറയുന്നില്ല. ഇനി നിന്റെ വീട്ടിലേക്ക് മടങ്ങൂല്ല, ഇനി നീ നിന്റെ വീട്ടിലേക്ക് മടങ്ങൂല്ല. ഇനി ഉമ്മായെ കാണൂല്ല, ഇനി ബാപ്പായെ കാണൂല്ല, ഇനി മക്കളെ കാണൂല്ല, ഇനി ഭാര്യയെ കാണൂല്ല. ഇനി നിന്റെ വീട്ടിലേക്ക് മടക്കമില്ലാത്ത യാത്രയാണ്. എന്നിട്ട് പോലും ഒരു യാത്ര പറയാൻ എനിക്ക് പറ്റിയില്ലല്ലോ. നിന്റെ ഭാര്യ നിന്റെ കൂടെ കിടന്നിറങ്ങുന്നുണ്ടായിരുന്നില്ലേ? ആ കിടന്നിറങ്ങുന്ന പെണ്ണിനോട് പോലും ഒരു യാത്ര പറയാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. നീ പുറപ്പെടുകയാ, മടക്കമില്ലാത്ത യാത്രക്ക് പുറപ്പെടുകയാ. പുതിയാപ്പിളിറങ്ങിയപ്പോ കരഞ്ഞ ആനന്ദത്തിന്റെ കണ്ണുനീര് വാർത്ത അതേ കുടുംബക്കാര്, അതേ ബന്ധുക്കളതാ ഇവിടെ കരയുന്നു. പക്ഷേ സന്തോഷത്തിന്റെ കണ്ണുനീരല്ല, ആഹ്ലാദത്തിന്റെ കണ്ണുനീരല്ല, അവിടെ സന്താപത്തിന്റെ കണ്ണുനീരാ, ദുഃഖത്തിന്റെ കണ്ണുനീരാ. ക്ഷമ വിട്ട ഉമ്മയോ പൊന്നുമകനെ എന്നെ കൈവിട്ടു പോയോ കാണലെന്നാ നിന്നെ. മകന്റെ മയ്യത്ത് അങ്ങനെ അകന്നകന്ന് പോവാ. മകന്റെ മയ്യത്ത് അങ്ങനെ പോകുമ്പോ ഉമ്മ വാവിട്ട് കരയുകയാണ്. വാതിൽ പടിക്കൽ വന്നിട്ട് മകന്റെ മയ്യത്ത് അകന്നകന്നകന്ന് പോകുന്നത് കാണുമ്പോ ഉമ്മയതാ വാവിട്ട് നിലവിളിക്കുകയാണ്. ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ട് പോയോ കാണലെന്നാ നിന്നെ. അതാ കരയുകയാണ് ഉമ്മ. മോനെ, ഇനി ഉമ്മക്കാരാ ഉള്ളത്, ഉമ്മക്കാരാണുള്ളത് മോനെ. എന്റെ മോനതാ പോകുന്നു. ഈ പ്രായമായ ഉമ്മക്കിനി താങ്ങാരാണ്, ഇനി എനിക്ക് തണലാരാ എന്ന് ചോദിച്ചിട്ട് ഉമ്മ കരയുകയാ. അരുമക്കിടാങ്ങൾ ബാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതവൻ പിരിയുന്നേ. സഹോദരാ, ഉമ്മായുടെ ബാപ്പായുടെ മയ്യത്ത് പോകുമ്പോ, ഉമ്മായുടെ മയ്യത്ത് പോകുമ്പോ സുബ്ഹാനല്ലാഹ് മകനതാ വാവിട്ട് നിലവിളിക്കുകയാ. അരുമക്കിടാങ്ങൾ പാപ്പയെ വിളിക്കുന്നേ, പൊന്നാര മക്കൾ നിലവിളിക്കുകയാ. പാപ്പയുടെ മയ്യത്ത് മുറ്റത്ത് നിന്നകന്ന് പോകുമ്പോ വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് ഓടി വന്നിട്ട് പാപ്പാ പാപ്പാ ഇനി ഞങ്ങൾക്കാരാ, ഞങ്ങളെ ബാപ്പയതാ പോകുന്നു, ഞങ്ങളുടെ ഉപ്പയതാ പോകുന്നു, ഇനി ഞങ്ങൾക്കാരാ ഞങ്ങൾക്കാരാ എന്ന് പറഞ്ഞിട്ട് മക്കള് നിലവിളിക്കുകയാ, മക്കള് നിലവിളിക്കുകയാണ്. മുഅ്മിനേ, ചെറുപ്പക്കാരാ ചെറുപ്പക്കാരികളെ, ആ മക്കളെ കണ്ണുനീര് തുടക്കാൻ ഇനി ബാപ്പയില്ല, ആ മക്കളെ കണ്ണുനീര് തുടക്കാൻ ഇനി ബാപ്പയില്ല, ആ മക്കളെ വിളിക്കിനി ഉത്തരം കൊടുക്കുന്നില്ല. ബാപ്പയതാ അകന്നകന്ന് പോവുകയാണ്. പുതിയാപ്പള പോകുന്ന സമയത്ത് എടാ നിന്റെ കൂട്ടു
കൂട്ടുകാരി നിന്റെ ചുറ്റും നിന്നിട്ട് അവര് നശീദ പാടിയില്ലേ, അവര് നശീദ പാടിയില്ലേ, അവർ പാട്ട് പാടിയിട്ടല്ലേ കൊണ്ടുപോയത്, പുതിയാപ്പള ചെറുക്കനെ ആനയിച്ചു കൊണ്ടുപോയത് പാട്ട് പാടിയിട്ടല്ലേ. എന്നാൽ പൊന്നുപോലെ ആലോചിച്ചോ, നിന്റെ മയ്യത്ത് കട്ടിലിലേറ്റുകയാ, മയ്യത്ത് കട്ടിലിലേറ്റിയിട്ട് കൊണ്ടുപോകുമ്പോ അവിടെ നശീദ ഏതെന്നറിയുമോ, അവിടെ മംഗലപ്പാട്ട് ഏതെന്നറിയുമോ, അവിടെയുള്ള മംഗലഗാനമേതെന്നറിയുമോ? ആരോ മയ്യത്തു കട്ടിലിന്റെ മുൻഭാഗത്ത് നിന്ന് ചൊല്ലിക്കൊടുക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു ദീനമുണ്ടൊരു യാത്ര, ഓരോ മടക്കമില്ലാത്ത യാത്ര, സ്വന്തക്കാരുണ്ടോ അവിടെ, നിന്റെ ബന്ധുക്കളുണ്ടോ കൂടെ, അവിടെ അതാ നിശീതയില്ല, അവിടെ അതാ മംഗലപ്പാട്ടുകളില്ല, പകരം അവിടെ കേൾക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുമ്പോ ആലോചിച്ചോ മുഅ്മിനീങ്ങളെ, ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാ. മുഅ്മിനീങ്ങളെ ആലോചിച്ചോളൂ, മുഅ്മിനാത്തുകളെ ചിന്തിച്ചോളൂ. ആ മയ്യത്തു കട്ടിലിൽ കിടന്നിട്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുമ്പോ മയ്യത്ത് കട്ടിലിൽ കിടന്നിട്ട് മയ്യത്ത് നിലവിളിക്കുകയാ, ആത്മാവ് നൊമ്പരപ്പെടുകയാണ്, ആത്മാവ് നൊമ്പരപ്പെടുകയാ, ആത്മാവ് നിലവിളിച്ചിട്ട് പറയുകയാ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏതെന്നറിയുമോ? ആ കേൾക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലേ, ഏതാണ് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നറിയുമോ? എനിക്ക് വല്ലാതെ പേടിയാവുകയാ, എനിക്ക് വല്ലാത്ത പേടി തോന്നുകയാണ്.